കൊച്ചിയിൽ നടന്നത് അതിക്രൂര കൊലപാതകമാണ്. വീട്ടിൽ ആരുമില്ലാത്ത സമയം ലൈംഗികാസക്തി തീർക്കാൻ ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയെ വീട്ടിലെത്തിച്ച് ആവശ്യം കഴിഞ്ഞപ്പോൾ പണത്തിന്റെ പേരിൽ ക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തുക, എന്നിട്ട് അജ്ഞാത മൃതദേഹം എന്ന തരത്തിൽ റോഡിൽ ഉപേക്ഷിക്കാനുള്ള പദ്ധതിയാണ് മദ്യലഹരിയിലായത് കാരണം ജോർജിന് നടപ്പാക്കാനാകാതെ പോയത്. അതല്ലായിരുന്നുവെങ്കിൽ കൊലയാളി ഒരുപക്ഷെ ഇപ്പോഴൊന്നും പിടിക്കപ്പെടില്ലായിരുന്നു. മദ്യലഹരിയിൽ വീണുറങ്ങിപ്പോയതിനാൽ മാത്രമാണ് ജോർജ് ഇന്ന് കുടുങ്ങിയത്. ഭാര്യയും 2 മക്കളുമുള്ള ജോർജ് ലൈംഗികാസക്തി തീർക്കുന്നതിനാണ് ജീവിക്കാൻ വേണ്ടി ശരീരം വിൽക്കാനിറങ്ങിയ ഒരു സ്ത്രീയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. മദ്യലഹരിയിൽ ഉറങ്ങിപ്പോയതിനാൽ മാത്രം മൃതദേഹം ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കാൻ ജോർജിന് സാധിച്ചില്ല. കോന്തുരുത്തി പള്ളിക്ക് സമീപത്തെ വീട്ടുവളപ്പിലാണ് അർദ്ധനഗ്നിയായ സ്ത്രീയുടെ മൃതദേഹം ഇന്ന് രാവിലെ 6:30-ഓടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ കണ്ടത്. മൃതദേഹത്തിനരികിലിരുന്ന് അപ്പോഴും ജോർജ് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇവർ വാർഡ് കൗൺസിലറെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. മദ്യലഹരിയിലായിരുന്ന ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മരിച്ചത് ആരാണ് എന്ന് അറിയില്ല എന്നും എങ്ങനെയാണ് മൃതദേഹം ഇവിടെ വന്നത് അറിയില്ല എന്നുമൊക്കെയായിരുന്നു ജോർജിന്റെ ആദ്യ മൊഴി. മൃതദേഹം കണ്ട് താൻ ഭയന്നുപോയി എന്നും തുടർന്ന് അത് പരിശോധിക്കാൻ പോയപ്പോൾ അവിടെ ഇരുന്നു പോയതാണ് എന്നുമൊക്കെയാണ് ഇയാൾ പറഞ്ഞത്. എന്നാൽ പോലീസ് സംഘം കൂടുതൽ തെളിവുകൾ നിരത്തിയതോടെയാണ് സ്ത്രീയെ കൊലപ്പെടുത്തിയത് താനാണ് എന്ന് ജോർജ് സമ്മതിച്ചത്. കൊലപ്പെടുത്തിയത് ജോർജ് ഒറ്റയ്ക്കാണ്. മൃതദേഹം ചാക്കിൽ കെട്ടി പുറത്തെവിടെയെങ്കിലും ഉപേക്ഷിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ മദ്യാസക്തിയിൽ അവശനായി ഉറങ്ങിപ്പോയതിനാൽ സാധിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് മൃതദേഹവും അതിനടുത്ത് ജോർജിനെയും കണ്ടത്. അതല്ലായിരുന്നുവെങ്കിൽ കുറച്ചു ദിവസമെങ്കിലും പോലീസിനെയും നാട്ടുകാരെയും വട്ടം കറക്കുന്ന ഒരു ക്രിമിനലാകുമായിരുന്നു ജോർജ്. ഭാര്യയും 2 മക്കളുമുണ്ട് ജോർജിന്. മകൻ UK-യിൽ ജോലി ചെയ്യുന്നു. മകളെ പാലായിലേക്ക് വിവാഹം ചെയ്തയച്ചു. പിന്നീട് ഭാര്യയും ജോർജുമായിരുന്നു വീട്ടിൽ താമസം. ഏതാനും ദിവസങ്ങളായി ജോർജിന്റെ ഭാര്യ വീട്ടിലില്ല. മകളുടെ കുഞ്ഞിന്റെ പിറന്നാളായതിനാൽ അങ്ങോട്ട് പോയിരിക്കുകയാണ്. വൃദ്ധരായ ആളുകളെ പരിചരിക്കുന്ന ഹോം നേഴ്സായിരുന്നു ജോർജ്. ഭാര്യ വീട്ടിലില്ലാത്തതിനാൽ ഇന്നലെ രാത്രിയാണ് ലൈംഗിക തൊഴിലാളിയായ കൊല്ലപ്പെട്ട സ്ത്രീയെ ജോർജ് വീട്ടിലെത്തിച്ചത്. ലൈംഗിക ബന്ധത്തിന് ശേഷം ജോർജും സ്ത്രീയും തമ്മിൽ പണത്തെ ചൊല്ലി തർക്കമുണ്ടായി. തർക്കത്തിനിടെ വീട്ടിലെ ചുറ്റിക കൊണ്ട് സ്ത്രീയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ജോർജ് പോലീസിന് മൊഴി നൽകിയത്. ജോർജ് ഈ സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതൊന്നും ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ജോർജിന്റെ വീട്ടിൽ തന്നെ മറ്റൊരു പോർഷനിൽ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ഇവരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവരെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. പുലർച്ചെ വീട്ടിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിരുന്നു. എന്നാൽ പൂച്ച കരയുന്നതാണ് എന്ന് കരുതിയാണ് പുറത്തിറങ്ങാതിരുന്നത് എന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളി പോലീസിനോട് പറഞ്ഞത്. മൃതദേഹം ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കാനായിരുന്നു ഇയാളുടെ പദ്ധതി. പക്ഷേ വീട്ടിൽ ചാക്കില്ലാത്തതിനാൽ അയൽ വീടുകളിലേക്ക് ചാക്ക് അന്വേഷിച്ച് ജോർജ് എത്തിയിട്ടുണ്ട്. വീട്ടുവളപ്പിൽ ഒരു പട്ടി ചത്തുകിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് സമീപവാസികളോട് ഇയാൾ ചാക്ക് തിരക്കിയത്. എന്നാൽ മദ്യലഹരിയിൽ ആയിരുന്നതിനാൽ പലരും അടുപ്പിച്ചില്ല. ചാക്കും കൊടുത്തില്ല, പറഞ്ഞു വിട്ടു. തുടർന്ന് സമീപത്തെ ഒരു കടയിൽ നിന്നാണ് ജോർജ് ചാക്കുകൾ സംഘടിപ്പിച്ചത്. ഈ ചാക്കുകളിലാക്കി മൃതദേഹം വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ കടുത്ത മദ്യലഹരിയിൽ ജോർജിന് അതിന് സാധിച്ചില്ല. വീട്ടിലേക്കുള്ള ഇടവഴിയിലെത്തിയപ്പോഴേക്കും അവശനായി ജോർജ് വഴിയിൽ വീണു. അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ് എങ്കിലും ജോർജ് ഇതുവരെ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മൃതദേഹം ഉപേക്ഷിക്കാനുള്ള ഇയാളുടെ പദ്ധതി വിജയിച്ചിരുന്നുവെങ്കിൽ അത്ര വേഗമെന്നും ആരും ജോർജിനെ സംശയിക്കില്ലായിരുന്നു. കൊല്ലപ്പെട്ട സ്ത്രീ മലയാളിയല്ല എന്നും പ്രദേശവാസിയല്ല എന്നും മുൻപ് ഇവിടെയൊന്നും കണ്ടിട്ടില്ല എന്നും വാർഡംഗം അടക്കമുള്ള നാട്ടുകാർ പറയുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ലൈംഗിക തൊഴിലാളിയോ അതല്ലെങ്കിൽ ജോർജുമായി വഴിവിട്ട ബന്ധമുള്ള ഏതെങ്കിലും സ്ത്രീയോ ആണെന്നുമുള്ള സംശയം തുടക്കം മുതലുണ്ടായിരുന്നു.